ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് കണ്ണൂരാണ്, കണ്ണൂർ ചൊവ്വയാണിത്. ഞാൻ ഈ കണ്ണൂരാണ് ഉള്ളത്. അപ്പം കണ്ണൂരുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ കണ്ണൂർ വന്നത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം കല്യാണത്തിന് പോകണം. ഇന്നല്ല കല്യാണം, നാളെയാണ് കല്യാണം. അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം പോകുന്നത് കാർ വാഷിന് പോകുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ. അങ്ങനെ നമ്മൾ കാർ വാഷിന് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇത് നമ്മളെ കണത്തുഞ്ചാലാണ്. വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഈ തട്ടുകടയിൽ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാത്രത്തിൽ പരിപ്പ് വട പിന്നെ ഉണ്ണിയപ്പം ഇതെല്ലാം ആ വലിയ പാത്രത്തിൽ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് കഴിക്കുക. ചായ അവർ ഉണ്ടാക്കിയിട്ട് തരും. പിന്നെ ഈ സാധനം നമുക്ക് അവർ സെർവ് ചെയ്ത് തരുന്നതൊന്നുമല്ല, നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് എടുത്തെടുത്ത് കഴിക്കുക. നമ്മൾ പൈസ കൊടുക്കുക. നമ്മൾ എത്രയാണെന്നോ കഴിച്ചാൽ അതിൻ്റെ പൈസയും കൊടുത്ത് നമുക്ക് നമ്മൾ പറയുന്നതാണ്. അവർ കണക്കൊന്നും പറയുന്നില്ല. നമ്മൾ ഇത്ര കഴിച്ചു എന്നുള്ളതിൻ്റെ കണക്കും പറഞ്ഞ് വരിക. അങ്ങനെ നമ്മൾ ഓട്ടോ ഹബ്ബിൽ വന്ന് കാർ വാഷിന് കൊടുത്ത് വെയിറ്റ് ചെയ്യുകയെന്ന് ലോഞ്ചിൽ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഇത് നമ്മൾ വീട്ടിലേക്ക് വീട്ടിലെത്തുമ്പോഴത്തേക്ക് അമ്മ ബിരിയാണിയെല്ലാം സെറ്റാക്കി ദം ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മേൻ്റെ ബിരിയാണി അടിപൊളിയാണ്. അമ്മ എപ്പോഴും ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തിന്നത് കൊണ്ട് എനിക്ക് അത്ര വലിയ ഒരു വ്യത്യാസമൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് അമ്മ ഉണ്ടാക്കി തരും. നമുക്ക് വേറൊരാൾ നമുക്ക് ഫുഡ് കുക്ക് ചെയ്ത് തരുമ്പോൾ നമുക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ. നമ്മൾ ഉണ്ടാക്കിയത് തന്നെ നമ്മൾ തിന്നുമ്പോൾ വലിയ രുചിയൊന്നും നമുക്ക് തോന്നും. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. അമ്മ ഇതവിടെ ബിരിയാണിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടിയിട്ട് ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് വരാം. അത് കാപ്പാടാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ ആയോളം വീട്ടിലെല്ലാം പോയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് പോകാമെന്ന് വിചാരിച്ചു. നാളെ എനിക്ക് കല്യാണത്തിന് പോകാനായിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ 10th പഠിച്ച എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പം കല്യാണത്തിന് പോകണം. നാളെ നമ്മൾ ഇരിട്ടിയിലേക്ക് തിരിച്ചു പോകും. അന്നേരം ഇന്ന് ഒന്ന് ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോയിട്ട് വരാം. നമ്മളിത് അവളെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവളെ വീട്ടിൽ ഇതാ ഒരു പബ്ബുണ്ട്. അതിൻ്റെ പേര് ടോബി എന്നാണ്. അതിന് ഭയങ്കര ഇഷ്ടമാണ് നിലൂന്. അതിൻ്റെ കൂടെ കളിക്കും. പിന്നെ എന്താ അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചായ എല്ലാം കുടിച്ച് നമ്മളങ്ങനെ വേഗം തന്നെ ഇറങ്ങി. അധികം കുറേ സമയമൊന്നും നിന്നിട്ടൊന്നുമില്ല. കുറച്ച് സമയം അവിടെ ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞ് അങ്ങനെ നമ്മൾ കുറേ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ വേഗം തന്നെ ഇറങ്ങി. അവിടെ കുറേ ചെടി ഉണ്ടായിന്. കുറച്ച് ചെടികളെല്ലാം ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിന്. അങ്ങനെ ഇതാ നമ്മൾ അവളുടെ അടുത്ത് നിന്ന് വീട്ടിലേക്ക് എത്തി. ബിരിയാണിയെല്ലാം കഴിക്കേണ്ട പരിപാടിയാണ്. നമ്മൾ പോകുമ്പോൾ ബിരിയാണിയൊന്നും കഴിച്ചിട്ടല്ല പോയാൽ, വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. ഹായ്, ഗുഡ് മോർണിംഗ്. ദോശ ഇതെന്ത് ദോശയാണ്? നീർദോശ. നിലു ഹായ്. ഇത് ടെറസാണ്. അച്ഛൻ്റെ വെജിറ്റബിൾ ഗാർഡനാണിത്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെജിറ്റബിൾ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യാനും അത് സെറ്റാക്കാൻ വേണ്ടിയിട്ടെല്ലാം. തക്കാളി, പച്ചമുളക്, താലോലിക്ക എല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നെൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകണം. പോകാൻ റെഡി ആവുകയാണ്. സാരിയെല്ലാം ഉടുത്തു. ഇനി ഹെയറെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ, എന്നാ ശരി. ഓക്കെ, ഇങ്ങോട്ട് അടുത്ത
ടു മൈ യൂട്യൂബ് ചാനൽ. പോകാൻ റെഡി ആയിട്ടുണ്ട്. നിലു ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞു ചേട്ടാ. ഓക്കെ, അപ്പൊ നമ്മളിത് താലികെട്ട് തുടങ്ങിന്നാ പറയുന്ന കേട്ട്. സ്റ്റാർ എടുത്തു. ഇത് ഇന്നലെ എന്റെ ഫ്രണ്ട് അനു നിലുവിന് ഗിഫ്റ്റ് കൊടുത്തതാണ്. ഇതും സ്റ്റാറും ഉണ്ട്, ക്രിസ്മസ് പപ്പയും ഉണ്ട്, പിന്നെ മറ്റേ LED സ്റ്റാർ ഇല്ലേ അതും ഉണ്ട്. ഇന്നലെ പോയപ്പോൾ വാങ്ങിച്ചു വെച്ചതാണ് നിലുവിന്. അപ്പം നമ്മളിപ്പം പോകുന്നത് തളാപ്പമ്പലത്തിലേക്കാണ്. തളാപ്പമ്പലത്തിൽ വെച്ചാണ് കല്യാണം എല്ലാം സ്റ്റാർട്ട് ചെയ്തു. താലികെട്ടിൻ്റെ സമയമായി, നമ്മൾ ലേറ്റായി സത്യം പറഞ്ഞാൽ. എൻ്റെ ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് ട്വിൻസാണ്, ജസ്ന ജോസ്ന. എൻ്റെ പേര് 6th സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെ ഒപ്പരം പഠിച്ചതാണ് നമ്മൾ. കൂടാണ്ട് നമ്മളിപ്പം നമ്മളെ നാട്ടിൽ തന്നെയുള്ള കാവൽ ഉത്സവത്തിൻ്റെ സമയത്തെല്ലാം നമ്മളെപ്പോഴും മീറ്റ് ചെയ്യലുണ്ട്. എല്ലാ വർഷവും നമ്മൾ ഉത്സവത്തിന് പോകും. ആ സമയത്തെല്ലാം നമ്മൾ മീറ്റ് ചെയ്യലുണ്ട്. അതുകൊണ്ട് കുറേ കാലമായിട്ട് കാണാത്ത പോലെയൊന്നും തോന്നില്ല. നമ്മളെല്ലാ ഉത്സവത്തിനും ഒപ്പരം കൂടലുണ്ട്. അങ്ങനെ ഇത് നമ്മൾ തളാപ്പമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഈ മരത്തിൻ്റെ അടിയിൽ വണ്ടി വെച്ചിട്ട് ഭയങ്കര പണി കിട്ടിയത്. ഫുള്ളും കാറിൻ്റെ മുകളിലും മുഴുവനും പ്രാവിൻ്റെ കാഷ്ടേനും വണ്ടി എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഫുള്ളും വണ്ടീൻ്റെ മേലെ മുഴുവൻ മൂടിപ്പോയി. ഇതാ നമ്മളെ ചിക്കോട്ടനും ഉണ്ടായിന് കല്യാണം. അങ്ങനെ ചിക്കോട്ടനെ അവിടെ നിന്ന് കണ്ടു. പിന്നെ ഇത് നമ്മളെ സീനിയറാണ് ചിന്മയ മിഷനിൽ എൻ്റെ കൂടെ പഠിച്ചത്. ആ ചിന്മയിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മിണ്ടൽ പോലുമില്ല. പക്ഷേങ്കിൽ പിന്നെയാണ് അവിടെ പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത്രയും കമ്പനി ആയത്. കൂടെ പഠിച്ച പിള്ളേരെയൊന്നും ആരും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. കണ്ട ആൾക്കാരുടെ അടുത്ത് വർത്തമാനം പറഞ്ഞു, പക്ഷേ വീഡിയോ ഒന്നും എടുത്തിട്ടുമില്ല. കുറേ ആൾക്കാർ ഇന്നലെ തലേന്ന് റിസപ്ഷൻ ഉണ്ടായിന്, അതിന് പോയി പാർട്ടിക്ക്. അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോസ് എടുക്കാനും അല്ലാണ്ട് കൂടാണ്ട് അവൾ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവളെ സ്റ്റുഡൻസ് കുറേ കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു. അവിടെ നല്ല റഷ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഫോട്ടോ എടുക്കാനോ ഒന്നിനും പോയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞതല്ലാണ്ട് നമ്മൾ അങ്ങോട്ട് പോയി ഫോട്ടോ എടുക്കാനോ ഒന്നും പോയിട്ടൊന്നുമില്ല. ഈ തളാപ്പമ്പലം എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡിലായിട്ട് സ്കൂളും ഉണ്ട്. അപ്പം നമ്മൾ പണ്ട് തൊട്ടേ ഇവിടെ ഉത്സവത്തിൻ്റെ സമയത്ത് വരുത്തുന്നുണ്ട്. വെടിക്കെട്ടുണ്ടാകും, പിന്നെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ വാന് ഇവിടെയുള്ള കുട്ടികളെ ഇറക്കാൻ വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കുളം, ആനയെല്ലാം ഉണ്ടാകും. ഇവിടെ ഇങ്ങനെ ആനേനെ കെട്ടിയിട്ടുണ്ടാകും. അവിടെ അപ്പുറത്ത് ആനപ്പന്തിയുണ്ട്, അവിടെ ആനേനെ കെട്ടിയിട്ടുണ്ടാകും. ഉത്സവത്തിൻ്റെ സമയത്ത് ആനേനെ കൊണ്ടുവരും. അപ്പോൾ അതെല്ലാം ഭയങ്കര മെമ്മറീസ്. ആനേനെ കാണാൻ വേണ്ടിയിട്ട് വണ്ടീൻ്റെ സൈഡ് സീറ്റിൽ ഇരുന്നതും എല്ലാം ഓർമ്മയുണ്ട്. ഭയങ്കര മെമ്മറീസാണ് ഈ സ്കൂളെല്ലാം കാണുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ സദ്യയെല്ലാം കഴിച്ചു. നമ്മളിനി ഇരിട്ടിയിലേക്ക് പോവാണ്, നമ്മളെ വീട്ടിലോട്ടേക്ക്. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.